ഓം ചണ്ഡാകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗഭിർധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. ശ്രീകൃഷ്ണ ചരിതാമൃതത്തിലെ സുഭദ്രാഹരണം ഭഗവാന്റെ ശ്രുതദേവ സന്ദർശനവുമാണ് നമ്മൾ 85-ാമത്തെ അധ്യായത്തിൽ തുടങ്ങി വെച്ചത്. ധർമ്മോപദേശം നടത്താൻ നാടെങ്ങും സഞ്ചരിക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവരാണ് സന്യാസിമാർ. എന്നാൽ ഇന്ത്യയിലെ വർഷകാലമായ ആഷാഢമാസത്തിലെ ദശമി മുതൽ കാർത്തിക മാസത്തിലെ പൗർണമി വരെയുള്ള, അതായത് സെപ്റ്റംബർ ഡിസംബർ 4 മാസക്കാലം അവർ യാത്ര ചെയ്യാറില്ല. അവർ ഏതെങ്കിലും കേന്ദ്രത്തിൽ അഭയം തേടും. സന്യാസിയുടെ ഈ യാത്രയില്ലാത്ത കാലയളവിന് ചാതുർമാസ്യ വ്രതം എന്നാണ് പറയുന്നത്. കേരളത്തില് ഈ ചാതുർമാസ്യ വ്രതം ജൂലൈ ഓഗസ്റ്റ് കാലങ്ങളിലാണ്. കാരണം ഏറ്റവും കൂടുതൽ മഴ ഉള്ള കാലത്താണ് കേരളത്തിൽ ഉള്ള സന്യാസിമാർ ചാതുർമാസ്യ വ്രതം ആചരിക്കാറ്. എന്നാൽ സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള തണുപ്പ് അതിശൈത്യകാലമാണ് നോർത്ത് ഇന്ത്യയിൽ ഈ യതികള് ചാതുർമാസ്യ വ്രതം നോക്കാറ് എന്ന് ആ സ്ഥല കാലഭേദമനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ ഭാരതത്തിൽ തന്നെ വ്യത്യാസം നമുക്ക് കാണാം എന്നർത്ഥം. അവർ ഏതെങ്കിലും കേന്ദ്രത്തിൽ അഭയം തേടും. സന്യാസിയുടെ ഒരു യാത്രയില്ലാത്ത കാലയളവിന് ചാതുർമാസ്യ വ്രതം എന്നാണ് സാധാരണ പറഞ്ഞു വരുന്നത്. സന്യാസി ഒരിടത്ത് സ്ഥിരമായി താമസിക്കുന്ന ഈ 4 മാസക്കാലം ആ പ്രദേശവാസികൾ ആധ്യാത്മിക പുരോഗതി നേടാൻ അദ്ദേഹത്തിന് സാന്നിധ്യം പ്രയോജനപ്പെടുത്തും. ത്രിദണ്ഡി സന്യാസിയുടെ വേഷം ധരിച്ചിരുന്ന അർജുനൻ സുഭദ്രയെ വേൾക്കാൻ ഒരു പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ട് 4 മാസക്കാലം ദ്വാരകയിൽ പാർത്തു. ഒരു സന്യാസിയുടെ വേഷത്തിലായിരുന്നു അർജുനൻ ദ്വാരകയിൽ പോയി താമസിച്ചത്. ആ സന്യാസി അർജുനനാണെന്ന് തിരിച്ചറിയാൻ ദ്വാരകാ നിവാസികൾക്കോ ഭഗവാൻ ബലരാമനോ കഴിഞ്ഞില്ല. എന്നാൽ ശ്രീകൃഷ്ണൻ മനസ്സിലായി. അതിനാൽ സത്യാവസ്ഥ മനസ്സിലാക്കാതെ അവരെല്ലാം സന്യാസിയെ ആദരിക്കുകയും പ്രണാമങ്ങൾ അർപ്പിക്കുകയും ചെയ്തു വന്നിരുന്നു. ഒരു ദിവസം ഭഗവാൻ ബലരാമൻ സന്യാസിയെ ഊണ് കഴിക്കാൻ ക്ഷണിച്ചു. ബലരാമൻ അദ്ദേഹത്തിന് എല്ലാത്തരം സ്വാദിഷ്ടങ്ങളായിട്ടുള്ള ഭോജ്യങ്ങളും നൽകി. സന്യാസി എന്ന് അറിയപ്പെടുന്നയാൾ ധാരാളമായിട്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ബലരാമന്റെ ഗൃഹത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാവീരന്മാരെയും രാജാക്കന്മാരെയും പോലും മോഹിപ്പിക്കുന്ന സുന്ദരിയായിരിക്കുന്ന സുഭദ്രയുടെ മേലായിരുന്നു അർജുനന്റെ കണ്ണ്. അവളോട് പ്രേമാധിക്യത്താൽ അർജുനന്റെ കണ്ണുകൾ പ്രകാശിച്ചു. തിളങ്ങുന്ന കണ്ണുകളോടെ അവളെ നോക്കി തുടങ്ങി. ഏത് വിധേനയും സുഭദ്രയെ ഭാര്യയാക്കണമെന്ന് അർജുനൻ തീരുമാനിച്ചു. ഈ അഭിലാഷം മൂലം അദ്ദേഹത്തിന്റെ മനസ്സ് പ്രക്ഷുബ്ധമായി. പരീക്ഷിത് രാജാവിന്റെ പിതാമഹനായിരിക്കുന്ന അർജുനൻ അതീവ സുന്ദരനായിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരഘടന സുഭദ്രയ്ക്ക് അത്യധികം ആകർഷകമായിട്ട് തോന്നി. അർജുനെ മാത്രമേ ഭർത്താവായിട്ട് സ്വീകരിക്കുകയുള്ളൂ എന്ന് സുഭദ്രയും അകമേ തീരുമാനിച്ചിരുന്നു. ഒരു ശുദ്ധഗതിയായ പെൺകുട്ടിയെ പോലെ അർജുനെ നോക്കി അവൾ സന്തോഷത്തോടെ ചിരിച്ചു നിന്നു. ഇപ്രകാരം അർജുനും അവളിലേക്ക് അത്യധികം ആകർഷിക്കപ്പെട്ടു. സുഭദ്രയാകട്ടെ സ്വയം അർജുനന് സമർപ്പിച്ചിട്ട് കഴിഞ്ഞിരുന്നു. ഏത് വിധത്തിലും അവളെ വിവാഹം കഴിക്കണമെന്ന് അർജുനൻ തീരുമാനിച്ചു. സുഭദ്രയെ എങ്ങനെ ഭാര്യയായി കിട്ടും എന്ന് മാത്രമേ എപ്പോഴും അദ്ദേഹത്തിന്റെ ചിന്ത. ദിവസം മുഴുവനും അദ്ദേഹം ചിന്തയിൽ മുഴുകിയിരുന്നു. സുഭദ്രയെ നേടാനുള്ള ചിന്ത മൂലം ദീനനായി തീർന്നിരുന്ന ഒരു നിമിഷം പോലും, അതായത് വെറുതെ ഇരിക്കുന്ന സമയത്ത് പോലും അത് തന്നെയായിരുന്നു അർജുനന്റെ ചിന്ത എന്നർത്ഥം. അതുകൊണ്ട് മനസ്സും അസ്വസ്ഥമായി. ഒരു ദിവസം സുഭദ്ര ക്ഷേത്രദർശനത്തിനായി തേരിലേറി കോട്ടയ്ക്ക് വെളിയിൽ വന്നു. അർജുനൻ ഈ അവസരം പ്രയോജനപ്പെടുത്തി വസുദേവരുടെയും ദേവകിയുടെയും അനുവാദത്തോടെ അവളെ തട്ടിക്കൊണ്ടുപോയി. സുഭദ്രയുടെ തേരിൽ കടന്ന ശേഷം അദ്ദേഹം ഒരു വില്ലും അമ്പും എടുത്ത് യുദ്ധത്തിന് തന്നെ തയ്യാറായി. അദ്ദേഹത്തെ തടയാൻ ഭടന്മാർ ആജ്ഞ നൽകി. പക്ഷെ അർജുനൻ സുഭദ്രയെയും കൊണ്ട് സ്ഥലം വിട്ടു.
ഇപ്രകാരം അർജുനൻ സുഭദ്രയെ തട്ടിക്കൊണ്ടു പോയപ്പോൾ അവളുടെ ബന്ധുക്കളും കുടുംബാംഗങ്ങളും മുറവിളി കൂട്ടാൻ തുടങ്ങി. എന്നിട്ടും സിംഹം തന്റെ പങ്കുമായിട്ട് കടന്നു കളയുന്നത് പോലെ അദ്ദേഹം അവളെയും കൊണ്ടുപോയി. സന്യാസിയായി വന്ന അർജുനായിരുന്നു എന്നും സുഭദ്രയെ തട്ടിക്കൊണ്ടുപോകാൻ അദ്ദേഹം ആസൂത്രണം ചെയ്തിരുന്ന പദ്ധതിയാണതെന്നും അദ്ദേഹം അവളെ തട്ടിക്കൊണ്ടു പോയി കഴിഞ്ഞു എന്നും ഭഗവാൻ ബലരാമനെ അറിയിച്ചപ്പോൾ അദ്ദേഹം അത്യന്തം രോഷാകുലനായി. പൗർണമി നാളിൽ സമുദ്രം പ്രക്ഷുബ്ധമാകുന്നത് പോലെ ഭഗവാൻ ബലരാമനെ ഇളക്കി മറിഞ്ഞു. ഭഗവാൻ കൃഷ്ണൻ അർജുനന് അനുകൂലമായിരുന്നു. അതിനാൽ മറ്റു കുടുംബാംഗങ്ങളോടൊപ്പം അർജുനോട് ക്ഷമിക്കണമെന്ന് യാചിച്ചുകൊണ്ട് ബലരാമന്റെ കാൽക്ക വീണ് ഭഗവാൻ അദ്ദേഹത്തെ ശാന്തനാക്കാൻ ശ്രമിച്ചു. തുടർന്ന് സുഭദ്രയ്ക്ക് അർജുനോട് പ്രേമമായിരുന്നു എന്ന് ബലരാമനെ ബോധ്യപ്പെടുത്തി. അർജുനെ ഭർത്താവായി കിട്ടാൻ അവൾ ആഗ്രഹിച്ചിരുന്നു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം സന്തുഷ്ടനായി. അങ്ങനെ കാര്യം അവസാനിപ്പിച്ചു. നവാവധൂവന്മാരെ സന്തോഷിപ്പിക്കാനായിക്കൊണ്ട് അളവറ്റ ധനവും ആന, കുതിര, തേര്, കാലാൾ ഉൾപ്പെടെയുള്ള സൈന്യത്തെയും ധാരാളം സേവകന്മാരെയും ദാസികളെയും ശ്രീധനമായിട്ട് കൊടുത്തയക്കാൻ ഭഗവാൻ ബലരാമൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. പരീക്ഷിത്ത് രാജാവിന് കൃഷ്ണനെക്കുറിച്ച് കേൾക്കാൻ കൂടുതൽ അത്യാകാംക്ഷ ഉണ്ടായിരുന്നു. അതിനാൽ അർജുനന്റെ സുഭദ്ര ഹരണ സമയത്ത് കഥ അവസാനിപ്പിച്ച ശുകദേവ ഗോസ്വാമി മറ്റൊരു കഥ കൂടി ഈ കൂടെ പരീക്ഷിത്ത് രാജാവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് സുഭദ്ര ഹരണം എന്ന് പറയുന്ന വിവാഹം തന്നെ. ക്ഷത്രിയരുടെ ഇടയിൽ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു. ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ നേരായ മാർഗത്തിൽ വിവാഹം നടക്കാതെ വന്നാൽ ഒന്നുകിൽ സ്വയംവരമാണ് നടക്കുക. പക്ഷേ അത് യഥാവിധി നടക്കാതിരുന്നാൽ അപ്പോൾ പിന്നെ ബലരാമൻ ദുര്യോധനന് സുഭദ്രയെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താല്പര്യപ്പെട്ടതും അതാണ് തീരുമാനിച്ചു വച്ചിരുന്നത്. കൃഷ്ണനെ സംബന്ധിച്ച് അങ്ങനെ തീരുമാനമൊന്നുമില്ലായിരുന്നു. പക്ഷെ സുഭദ്രയ്ക്ക് അർജുനെ വിവാഹം കഴിക്കണമെന്നും അർജുനന് സുഭദ്രയെ കണ്ടപ്പോൾ സുഭദ്രയോട് ആകർഷണം തോന്നുകയും ആ സുഭദ്രയെ വിവാഹം കഴിക്കാനൊരു പദ്ധതിയായിട്ടാണ് ചാതുർമാസി വ്രതത്തിൻ്റെ ഭാവനയിൽ സന്യാസി വേഷത്തെ ദ്വാരകയിൽ പോയിട്ട് 4 മാസം താമസിച്ചു. അവസാനം ഒരു അവസരം നോക്കി ക്ഷേത്രദർശനത്തിനായിട്ട് പുറപ്പെട്ട സുഭദ്രയെ അർജുനൻ തട്ടിക്കൊണ്ടുപോയി. ഇത് ബലരാമനെ രോഷാകുലനാക്കി. പക്ഷേ ശ്രീകൃഷ്ണൻ ഇടപെട്ട് ആ രോഷതയൊക്കെ മയപ്പെടുത്തി. എന്നിട്ട് ആവശ്യമുള്ളതൊക്കെ ബലരാമന്റെ നേതൃത്വത്തിൽ തന്നെ അർജുനന് ശ്രീധരമായിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചതെല്ലാം കൊണ്ട് കൊടുത്തു എന്നർത്ഥം. പരീക്ഷിത്ത് രാജാവിന് കൃഷ്ണനെക്കുറിച്ച് കേൾക്കാൻ കൂടുതൽ താല്പര്യമുണ്ടായിരുന്നതുകൊണ്ട് പരീക്ഷിത്ത് രാജാവ് ഇതോടൊപ്പം തന്നെ മറ്റൊരു കഥ കൂടി പറഞ്ഞു. വൈദേഹ രാജ്യത്തിന്റെ തലസ്ഥാനമായിരിക്കുന്ന മിഥിലാപുരിയിൽ ശ്രുതദേവൻ എന്ന പേരോടുകൂടിയ ഒരു ഗൃഹസ്ഥ ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. വലിയ കൃഷ്ണഭക്തനായിരുന്നു അദ്ദേഹം. കൃഷ്ണ അവബോധമുള്ള അദ്ദേഹം സദാ ഭഗവത് സേവനത്തിൽ വ്യാപൃതനായിരുന്നതിനാൽ തികഞ്ഞ മനഃശാന്തി അനുഭവിച്ചിരിക്കുകയും ചെയ്തിരുന്നു. ഭൗതിക ആകർഷണത്തിൽ നിന്ന് വിമുക്തനായിരുന്നു. കൃഷ്ണ അവബോധത്തിൽ കഴിയുന്ന എന്നതിൽ കവിഞ്ഞ് ആ പണ്ഡിതൻ മറ്റൊരാഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഗൃഹസ്ഥാശ്രമി ആയിരുന്നെങ്കിലും ജീവസന്ധാരണത്തിനു വേണ്ടി പോലും വേറെയൊന്നും ക്ലേശിക്കാൻ അദ്ദേഹം മെനക്കെട്ടതുമില്ല. വലിയ അധ്വാനമൊന്നും കൂടാതെ കിട്ടുന്നത് കൊണ്ട് സംതൃപ്തനായിരുന്നു. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു എന്ന് പറയാം. എന്നും അത്യാവശ്യം വേണ്ടതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. അധികമൊന്നും ഉണ്ടായിരുന്നില്ല. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിധിയും. ആവശ്യത്തിൽ കവിഞ്ഞ ഒന്നും വേണമെന്ന ബ്രാഹ്മണന് ആഗ്രഹവുമില്ലായിരുന്നു. ഇപ്രകാരം മതഗ്രന്ഥങ്ങളിൽ നിർദ്ദേശിച്ചിട്ടുള്ള പോലെ ബ്രാഹ്മണ ജീവിതത്തിന്റെ നിയമാക തത്വങ്ങൾ പാലിച്ചുകൊണ്ട് ലളിതമായ ജീവിതം സമാധാനത്തോടുകൂടി അദ്ദേഹം ജീവിച്ചിരുന്നു. ഭാഗ്യവശാൽ മിഥിലയിലെ രാജാവായ ബഹുലാശ്വനും ഈ ബ്രാഹ്മണനെ പോലെ തന്നെ ഒരു നല്ല ഭക്തനായിരുന്നു. ഒരു നല്ല രാജാവ് എന്ന സൽപ്പേര് അദ്ദേഹം സമ്പാദിച്ചിരുന്നു. വിഷയസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള ദുർമോഹം അദ്ദേഹത്തെ തീണ്ടിയിരുന്നു പോലുമില്ല. അങ്ങനെ ബ്രാഹ്മണനും ബാഹുലാശ്വനും ഭഗവാൻ കൃഷ്ണന്റെ നിർമ്മല ഭക്തരായിട്ട് മിഥിലയിൽ കഴിഞ്ഞു പോന്നു. ഭക്തന്മാരായിരിക്കുന്ന രാജാ ബഹുശാല്യനും ശ്രുതദേവ ബ്രാഹ്മണനിലുള്ള കാരുണ്യാതിരേകത്താൽ ഒരു ദിവസം ഭഗവാൻ കൃഷ്ണൻ മിഥിലാപുരിയിലേക്ക്
തേര് തെളിയിക്കാൻ തൻ്റെ സാരഥിയായ ദ്വാരകനോട് ആജ്ഞാപിച്ചു. നാരദൻ, വാമദേവൻ, അത്രി, വ്യാസദേവൻ തുടങ്ങിയ മഹർഷിമാരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഭഗവാൻ കൃഷ്ണനും മഹർഷിമാരും അനേകം ഗ്രാമങ്ങളും നഗരങ്ങളും പിന്നിട്ട് എല്ലായിടത്തും പൗരജനങ്ങൾ വലിയ ആദരവോടെ അവിടെ സ്വീകരിച്ചു. പല സാധനങ്ങളും ആരാധനാപൂർവം അവർക്ക് സമർപ്പിച്ചിരുന്നു. ഭഗവാനെ കാണാനെത്തിയ പൗരന്മാർ ഒരിടത്ത് ഒന്നിച്ചുകൂടിയപ്പോൾ സൂര്യൻ തൻ്റെ ഉപഗ്രഹങ്ങളോടൊപ്പം അവിടെ സന്നിഹിതനായത് പോലെ തോന്നിച്ചു. അത്ര ശോഭയായിരുന്നു ആ ഇവർ സഞ്ചരിക്കുന്ന വഴി മുഴുവൻ, തങ്ങിയിരുന്ന സ്ഥലങ്ങളും. ആ യാത്രയിൽ ഭഗവാൻ കൃഷ്ണനും മഹർഷിമാരും ആനർത്തം, ധ്വന്വം, കുരജ്വാങ്കുലം, കങ്കം, മത്സ്യം, പാഞ്ചാലം, കുന്തി, മധു, കേകേയം, കോസലം, അർണം എന്നീ രാജ്യങ്ങളിലൂടെ കടന്നുപോയിരുന്നു. അങ്ങനെ ഈ ദേശങ്ങളിൽ ഉള്ളവർക്കെല്ലാം, ആണിനും പെണ്ണിനും ഭഗവാൻ കൃഷ്ണനെ കണ്ണോട് കണ്ണ് കാണാൻ കഴിഞ്ഞു. ഇപ്രകാരം അവർ ഭഗവാനോടുള്ള സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞ ഹൃദയത്തോടെ സ്വർഗീയ സുഖം നുകർന്നു. ഭഗവാന്റെ തിരുമുഖം കണ്ടപ്പോൾ നേത്രങ്ങളിലൂടെ അവർ അമൃതം ആസ്വദിക്കുകയാണോ എന്ന് തോന്നും. കൃഷ്ണനെ കണ്ട മാത്രയിൽ ജീവിതത്തെക്കുറിച്ച് അജ്ഞത മൂലം അവർക്കുണ്ടായിരുന്ന തെറ്റായ സങ്കല്പങ്ങൾ പാടെ നീങ്ങുക തന്നെ ചെയ്തു. വിവിധ രാജ്യങ്ങളിലൂടെ ഭഗവാൻ കടന്നു പോവുകയും അദ്ദേഹത്തെ സന്ദർശിക്കാൻ ആളുകൾ വന്നെത്തുകയും ചെയ്തപ്പോൾ കേവലം കടാക്ഷവീക്ഷണം കൊണ്ട് തന്നെ അവർക്ക് സൗഭാഗ്യങ്ങൾ അരുളുകയും അവരുടെ എല്ലാത്തരം അജ്ഞതയെയും ദൂരീകരിക്കുകയും ചെയ്യുമായിരുന്നു. ചില ദിക്കുകളിൽ മനുഷ്യരോടൊപ്പം ദേവന്മാരുമുണ്ടായിരുന്നു. അവരുടെ ഭഗവത് സ്തുതികൾ എല്ലാ ദിക്കിലെയും അശുഭകരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീക്കി സംശുദ്ധമാക്കിയിരുന്നു. ഇപ്രകാരം ക്രമേണ ഭഗവാൻ കൃഷ്ണൻ സാവധാനം വിദേഹ രാജ്യത്തെത്തി. അദ്ദേഹത്തിന്റെ ആഗമന വാർത്ത ജനങ്ങൾക്ക് കിട്ടിയപ്പോൾ അവർക്ക് അളവറ്റ സന്തോഷം തോന്നി. അദ്ദേഹത്തെ സ്വീകരിക്കാൻ കയ്യിൽ ഉപഹാരങ്ങളുമായിട്ട് അവർ എത്തിച്ചേർന്നു. ഭഗവാൻ കൃഷ്ണനെ കണ്ട മാത്രയിൽ സൂര്യോദയത്തിൽ താമരപ്പൂ വിരിയുന്നത് പോലെ അവരുടെ ഹൃദയം അതീന്ദ്രിയമായ പരമാനന്ദം കൊണ്ട് പൂർണ്ണമായിട്ട് വികസിച്ചു. മഹർഷിമാരിൽ എല്ലാവരുടെയും പേരുകൾ പണ്ട് തന്നെ അവർ കേട്ടിരുന്നു, പക്ഷേ ആരെയും നേരിൽ കണ്ടിരുന്നില്ല. ഇപ്പോൾ ഭഗവാൻ കൃഷ്ണന്റെ കാരുണ്യത്താൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മഹർഷിമാരെയും ഒരുമിച്ച് കാണാൻ അവർക്ക് അവസരം ലഭിക്കുകയും ചെയ്തു. ഭഗവാൻ ഒരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഭഗവാനെ സംബന്ധിച്ചു തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നതിനായിക്കൊണ്ട് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ട് തന്നെയായിരുന്നു. അപ്പം ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് വരെ യാത്ര ചെയ്തിരുന്നു, ദിവസങ്ങൾ എടുത്തിരുന്നു. അപ്പം മിഥില രാജ്യത്തിലെ 2 ഭക്തന്മാരെ കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ പുറപ്പെട്ടതെങ്കിലും അത് പുറപ്പെട്ട വഴിയിലൂടെ ഉണ്ടായിരുന്ന സജ്ജനങ്ങളെ മുഴുവൻ സന്തോഷിപ്പിക്കാനുള്ള സംവിധാനം ഭഗവാൻ ചെയ്തു എന്നുള്ളത്. ഭഗവാന്റെ ദർശന മാത്രയിൽ തന്നെ അതിന് ഭാഗ്യം ലഭിച്ചവർക്ക് അജ്ഞതയുടെ കവചത്തെ ഭേദിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ദർശനത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യത എന്ന് പറയുന്നത്. അത് പട്ടേരിപ്പാട് പറഞ്ഞ പോലെ അഹന്തഭാഗ്യം ജനാനാം. അപ്പൊ ഭഗവാൻ കടന്നു പോകുന്ന വഴിയിലൂടെ ഉണ്ടായിരുന്ന ജാതിഭേദമോ വർണ്ണഭേദമോ സ്ത്രീ പുരുഷ ഭേദമോ ഒന്നുമില്ലാതെ ആർക്കൊക്കെ ഭഗവാനോ ദർശിക്കാനുള്ള മഹാഭാഗ്യം ലഭിച്ചോ അവർക്കൊക്കെ സംസാര ബന്ധനത്തിൽ നിന്ന് മോചനം കിട്ടിയതായിട്ടാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ദിവസങ്ങളോളം മാസങ്ങളോളം എടുത്ത് ഇവര് മഹർഷിമാരും ഇദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആരൊക്കെ? വാമദേവൻ ഉണ്ടായിരുന്നു, നാരദ മഹർഷി ഉണ്ടായിരുന്നു, അത്രി, വ്യാസദേവൻ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട മഹർഷിമാർ വരെ ഇവരെപ്പറ്റി കേട്ടിരുന്നവർക്ക് പോലും ഈ മഹർഷിമാരെയും ഭഗവാനോടൊപ്പം തന്നെ കാണാൻ സാധിച്ചു. അത് വിദേഹ രാജ്യത്തിലേക്ക് എത്തിയപ്പോഴും ആ സ്വീകരണത്തിനും ഇല്ലേ കാഴ്ചപ്പാടിനും തന്നെ ആകെ മാറ്റമുണ്ടായി. ജനക മഹാരാജാവ് ഭരിച്ചിരുന്ന വിദേഹ രാജ്യത്തെ പറ്റി പണ്ടേ ത്രേതായുഗം തൊട്ട് ജനകന്റെ നാമത്തിൽ പ്രസിദ്ധമാണത്. അതുകൊണ്ട് രാമായണത്തിൽ ഉടനീളം ജനക മഹാരാജാവിനെ പറ്റി പറയുന്നുണ്ട്. ജനക മഹാരാജാവിനെ ഏറ്റവും രാജർഷിയായിട്ട് മാറിയിട്ടുള്ളതായിട്ടും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിരുന്നു എന്ന് മാത്രമല്ല, ഭഗവാൻ പോലും ഗീത പറയുമ്പോഴും ഉദ്ധവോപദേശം ഭാഗവതം പറയുമ്പോഴും ഒക്കെ ജനക മഹാരാജാവിനെ ഉദാഹരണമായിട്ട് ത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന രാജർഷിയായിരുന്ന ജനകനെ ഉദാഹരണമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് അത്ര പ്രസിദ്ധമായ രാജ്യത്തിലേക്കാണ് ശ്രീകൃഷ്ണൻ ദ്വാപരയുഗത്തിൽ പോകുന്നത്.
അതുകൊണ്ട് തന്നെ മിഥിലാപുരിയിലെത്തിയ ഭഗവാനെയും മഹർഷിമാരെയും ആ കൃഷ്ണന്റെ കാരുണ്യത്താൽ തന്നെ അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ സാധിച്ചു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തങ്ങളെ അനുഗ്രഹിക്കാനായിക്കൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന വിവരം രാജാ ബഹുലാശ്വനും ശ്രുതദേവ ബ്രാഹ്മണനും അദ്ദേഹത്തിന്റെ പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ച് ആദരിച്ചു. അപ്പം ഭഗവാൻ കൃഷ്ണൻ വന്നിരിക്കുന്നത് തങ്ങളെ അനുഗ്രഹിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ശ്രുതദേവ ബ്രാഹ്മണനും അവിടുത്തെ രാജാവും അദ്ദേഹത്തെ അങ്ങോട്ട് ചെന്ന് പാദപത്മങ്ങളിൽ വീണ് നമസ്കരിച്ച് ആദരിച്ചു. ബദ്ധാഞ്ജലികളായിട്ട് രാജാവും ബ്രാഹ്മണനും ഏകകാലത്ത് തന്നെ ഭഗവാൻ കൃഷ്ണനെയും മഹർഷിമാരെയും ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു. ഇരുവരെയും ഒപ്പം സന്തോഷിപ്പിക്കാൻ ഭഗവാൻ കൃഷ്ണൻ രണ്ടായി വികസിച്ച് ഇരുവരുടെയും ഗൃഹത്തിലേക്ക് പോയി. എന്നാൽ കൃഷ്ണൻ മറ്റേയാളിന്റെ ഗൃഹത്തിൽ പോയത് ബ്രാഹ്മണനോ രാജാവോ അറിഞ്ഞതുമില്ല. തന്റെ ഗൃഹത്തിൽ മാത്രമാണ് സന്നിഹിതനായിരിക്കുന്നതെന്നും ബ്രാഹ്മണനും രാജാവും കരുതി. അപ്പോഴും അവർ ഇരുവരുടെയും വീട്ടിൽ കൂട്ടുകാരും സന്നിഹിതരായിരുന്നുവെന്ന് പരമപുരുഷൻ മറ്റൊരു ഐശ്വര്യമാണ് അവർക്ക് മഹാഭാഗ്യമാണ് കൊടുത്തത്. ഈ ഐശ്വര്യത്തെ വൈഭവ പ്രകാശം എന്നാണ് മതഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഇതുപോലെ 16,000 സ്ത്രീകളെ വിവാഹം കഴിച്ചപ്പോൾ ആ 16,000 രൂപത്തിലും അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി അവർക്ക് സുമംഗലി പട്ടം നൽകി. അതേപോലെ ഒരു വികാസമാണ് ഇവിടെ രണ്ടായിട്ട് വികസിച്ച് ഒന്ന് രാജാവിൻ്റെ കൂടെ പോവുകയും മറ്റേ ബ്രാഹ്മണന്റെ കൂടെ പോവുകയും ചെയ്തു. പണ്ട് വൃന്ദാവനത്തിൽ വെച്ച് കൃഷ്ണൻ പശുക്കളെയും പശുക്കുട്ടികളെയും ഗോപകന്മാരെയും ബ്രഹ്മാവ് മോഷ്ടിച്ചു കൊണ്ടുപോയപ്പോൾ കൃഷ്ണൻ അനേകം പശുക്കുട്ടികളായിട്ടും പശുക്കളായിട്ടും ഗോപന്മാരായിട്ടും ഗോപികളായിട്ടും ഒക്കെ വികാസം പ്രാപിച്ചിരുന്നു. ഭഗവാൻ കൃഷ്ണനെ സംബന്ധിച്ച് അനേക നാമരൂപങ്ങളിലും വികാസം പ്രാപിച്ചു പല രൂപത്തിലും നാമത്തിലും ഒക്കെ പ്രത്യക്ഷപ്പെടാനുള്ള കഴിവുണ്ട്. അതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.